യാക്കോബേ, ആത്മീകമായ ചില നന്മകൾ നിന്റെ മേലുണ്ട് എങ്കിൽ ഭാരപ്പെടണ്ട. വെയിറ്റ് ആൻഡ് സീ. നീ കാത്തിരുന്ന് കാണ്. ഇപ്പൊ ഒന്നും ഇല്ലാത്തത് കണക്കാക്കണ്ട. ആത്മീകമായത് വിടരുത്, ആത്മശക്തി വിടരുത്, നിന്റെ വിശ്വാസം വിടരുത്, ദൈവത്തോടുള്ള സ്നേഹം വിടരുത്, ദൈവത്തോടുള്ള ബന്ധം വിടരുത്. ബാക്കി എല്ലാം പോട്ടെ, എല്ലാം ചേട്ടൻ കൊണ്ടുപോട്ടെ, കുഴപ്പമില്ല. എല്ലാം പോട്ടെ. പക്ഷേ ദൈവം നിന്റെ കൂടെ വേണം. ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവൻ ഭയപ്പെട്ടു, ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റു, തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തു. ആരാണ്? യാക്കോബ്. സുപരിചിതമാണ്. യാക്കോബ് വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ എല്ലാം കൈവിട്ട അനുഭവത്തിൽ, വീട്ടുകാർ കൈവിട്ടു, നാട്ടുകാർ കൈവിട്ടു, എല്ലാം കൈവിട്ട സമയങ്ങളിൽ ഓടിച്ചെന്ന് ഒരു സ്ഥലത്ത് തനിക്ക് കിട്ടിയ ഒരു കല്ലിനെ എടുത്ത് തലയിണയായി വച്ചിട്ട് ദൈവത്തോട് തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദശാംശം നിനക്ക് തരും എന്ന് പറയുന്നതിന് മുൻപ് തന്നെ അവൻ അതികാലത്ത് എഴുന്നേറ്റതായിട്ടും തലയിണയായി വെച്ച കല്ലെടുത്ത് തൂണായി നിർത്തിയതായിട്ടും അതിൻ്റെ മേൽ എണ്ണ ഒഴിച്ചതായിട്ടും അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്നൊരു പുതിയ പേര് ഇടുകയും അത് ശേഷം പിന്നെ അത് ലൂസെന്ന് മാറുകയും യാക്കോബ് നേർച്ച നേരുകയും ദൈവം എന്നോട് കൂടെ ഇരിക്കുകയാണെങ്കിൽ, ഈ യാത്രയിൽ എന്നെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ, ഭക്ഷിപ്പാൻ ആഹാരം തരികയാണെങ്കിൽ, ധരിപ്പാൻ വസ്ത്രം എനിക്ക് തരികയാണെങ്കിൽ, എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ ഈ ആരോഗ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കുമെന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അന്യപ്പെട്ടു, എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നു. പക്ഷേ ഞാനിപ്പോൾ എല്ലാ വഴികളും കൈവിട്ടിരിക്കുക, എല്ലാം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആകയാൽ ഇനി അത് ശരിയാകുകയാണെങ്കിൽ ഞാൻ ഇന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് ഒരു ഉറച്ച തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുന്നു. ദൈവം നമ്മിൽ നിന്ന് ചില തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഓടിച്ചൊന്ന് പൊയ്ക്കോട്ടെ. യാക്കോബിൻ്റെ തകർച്ചയുടെ ആഴം വളരെ വലുതായിരുന്നു. തൻ്റെ കുടുംബത്തിലായിരുന്നു ആദ്യത്തെ തകർച്ച ആരംഭിച്ചത്. തൻ്റെ കുടുംബത്തിനകത്താണ്. സംഭവം അറിയാവുന്നവർക്കറിയാം. അപ്പനും അമ്മയും കൂടിയാണ് യാക്കോബിൻ്റെ ജീവിതത്തെ തകർത്തു എന്ന് ഞാൻ പറഞ്ഞാൽ അതിൻ്റെ നല്ല വശങ്ങൾ നിങ്ങൾ എടുക്കണം. ഒരു കുടുംബത്തിൽ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. 2 കുഞ്ഞുങ്ങൾ ജനിച്ച ആ സമയത്തിൽ ഒരു കുഞ്ഞിനെ അപ്പനങ്ങെടുത്തു, ഒരു കുഞ്ഞിനെ അമ്മയും അങ്ങെടുത്തു. അവിടെയാണ് തോൽവി, അവിടെയാണ് പരാജയം, അവിടെയാണ് തകർച്ചയുടെ ആദ്യത്തെ കാൽവയ്പ്. അപ്പനും അമ്മയും കൂടിയാണ് പിള്ളേരെ ഇല്ലാതാക്കിയത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കത് കുത്തുകൊള്ളണം, ചിലർക്ക് അത് മുള്ളുകൊള്ളണം, ചിലരത് അനുഭവിക്കണം. ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ പാഠശാല എന്ന് പറയുന്നത് അവരുടെ 5-ാമത്തെ വയസ്സുവരെയാണ്. ഈ 5-ാമത്തെ വയസ്സുവരെ എങ്ങനെ മാതാപിതാക്കൾ അവരെ അഭ്യസിപ്പിക്കുമോ അതനുസരിച്ചായിരിക്കും കാര്യാദികളെല്ലാം ഭംഗിയായി സ്വന്തമായി നടക്കുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ക്രിസ്തുവിൻ്റെ ഒരത്ഭുത പ്രവൃത്തിയുടെ പിന്നിൽ വ്യാപരിച്ചത് ഒരു കുടുംബത്തിൻ്റെ മാതൃകാപരമായ ഒരു തീരുമാനമായിരുന്നു. മനസ്സിലാകുന്നുവോ?
എന്തായിരുന്നു? 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ യേശു കർത്താവ് പോഷിപ്പിച്ച സംഭവം. ദൈവവചനം കേൾക്കുവാൻ വേണ്ടിയിട്ട് വലിയൊരു സമൂഹം അവിടേക്ക് കടന്നു വന്ന സമയത്തിലേക്ക് എല്ലാവരും വചനം കേട്ട് നിങ്ങളിപ്പോൾ കണ്ണു നട്ടിരിക്കുന്നത് പോലെ തന്നെ അതിനേക്കാളും ഉത്സാഹത്തോടുകൂടി വളരെ ഉത്സാഹത്തോടെ ഇരുന്നു. സമയം പോയത് അറിഞ്ഞില്ല, വിശപ്പ് വന്നതും അറിഞ്ഞില്ല. ശരിയല്ലേ? ദൈവത്തിൻ്റെ വചനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വിശപ്പറിയത്തില്ല, വിശപ്പും ക്ഷീണമൊന്നും വരത്തില്ല. ഇവരെല്ലാവരും ഇത് കേട്ടു. അവസാനം ആമയും പറഞ്ഞു. യേശു കർത്താവ് പ്രസംഗം അങ്ങ് നിർത്തിയ സമയത്തിലേക്കാണ് ഒന്നറിഞ്ഞത്. നേരം വൈകി ശിഷ്യന്മാരോട്, കർത്താവ് എന്നാ പ്രസംഗമായത്, പോയ പോക്ക്, മണി എത്ര എന്നറിയാം. ഇവർക്കൊക്കെ വീട്ടിൽ പോകണ്ടേ? ഇവിടെ ഒരു ഹോട്ടലില്ല, ഇവിടെ ഇവർക്ക് ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സാധ്യതകളുമില്ല. യേശു കർത്താവ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ അവർക്ക് ചാപ്പാട് കൊടുക്കണം. കർത്താവ് ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? ഇവിടെ ഇങ്ങനെ ഒരു ആമേൻ ഡിസ്കഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ പലപ്പോഴും ചില കാര്യാദികൾ സംസാരിക്കുമ്പോൾ കേൾക്കേണ്ടവരൊക്കെ കേൾക്കും, അല്ലേ? ശ്രദ്ധിക്കുക, അത് മനുഷ്യ സഹജമാണ്. മറ്റാരും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു കൊച്ചു മോൻ അവൻ ശ്രദ്ധിച്ചു. അവിടെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. ഭക്ഷണം ഇല്ല, അതാണ് വിഷയം. പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്നു. ഈ വിശപ്പോടെ ഈ ക്ഷീണത്തോടു കൂടി ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്നുള്ളത്. ഉടനടി ആ മോൻ കൊണ്ടുവന്ന് 5 അപ്പവും 2 മീനും ആരുടെ കയ്യിൽ കൊടുത്തു? യേശുവിൻ്റെ കയ്യിൽ. ഞാൻ പറയട്ടെ, ഈ കുട്ടി അതെടുത്ത് കൊടുക്കാനുള്ളൊരു മനസ്സ് കാണിച്ചത് 5 വയസ്സ് വരെ അപ്പനും അമ്മയും അവനെ പഠിപ്പിക്കേണ്ടുന്ന വണ്ണം പഠിപ്പിച്ചതുകൊണ്ട്. എത്രയോ കുട്ടികളുടെ കയ്യിൽ ടിഫിൻ ബോക്സ് ഉണ്ടായിരുന്നു കാണും, എത്രയോ കുട്ടികളുടെ കയ്യിൽ ഭക്ഷണപ്പൊതി ഉണ്ടായിരുന്നു കാണും. ആരെങ്കിലും കൊടുത്തോ? കൊടുത്തില്ല. അപ്പനും അമ്മയും പഠിപ്പിച്ചു വിട്ടത് എന്താണ്? മക്കളെ, ഈ പൊതി കൊണ്ടുവന്ന് ആരാധന കഴിയുമ്പോൾ ആരുമില്ലാത്ത സ്ഥലത്ത് നിന്ന് നീ മാത്രം കഴിക്കണം കേട്ടോ, ആർക്കും കൊടുക്കല്ലേ. അങ്ങനെയുള്ളവരാർക്കെങ്കിലും കൊടുത്തോ? ഇല്ല. അനുസരിക്കുന്നവരാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ, നല്ല അനുസരിക്കുന്നവരാണ്. പക്ഷേ ഈ മോനെ അപ്പനും അമ്മയും പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മക്കളെ അങ്ങനെയല്ല. 5 അപ്പം ഇല്ലേ, കുബൂസ് എന്ന ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ കുബൂസ് എന്നാണ്, അത് ഇത്തിരി വലിപ്പമുള്ള സാധനമാണ്. ഒരു കുഞ്ഞ് 5 എണ്ണമൊക്കെ കഴിക്കാൻ സാധ്യതയില്ല, 5 എണ്ണം കഴിക്കത്തില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് ഈ ബോക്സിനകത്ത് ഈ അപ്പം വിട്ടപ്പോൾ തന്നെ അമ്മയ്ക്കും അപ്പനും ഒരു തീരുമാനമുണ്ടായിരുന്നു, ഇവൻ മാത്രമായിരിക്കത്തില്ല, എന്തായാലും ഒരു ആരാധനയ്ക്ക് പോവുകയാണ്, അടുത്ത 1-2 പിള്ളേർ കൂടെ ചിലപ്പോൾ കാണും, അവർക്കൂടെ കൊടുക്കാൻ കണക്കാക്കി 2 കുബൂസ് കൊടുത്ത് വിട്ടില്ല. പിന്നെ എത്ര കൊടുത്തു? 5 എണ്ണം വെച്ച് കൊടുത്തു. കാരണം ആരെങ്കിലും കൂടെ ഇരിക്കണമെങ്കിൽ അവർക്ക് കൂടെ വിളമ്പി കഴിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടുതൽ കൊടുത്തു വിട്ടു. കാരണം പിള്ളേരെ പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. മക്കളെ, നീ മാത്രമല്ല, നീ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? കൊടുത്ത് ഭക്ഷിക്കണം. വാങ്ങുന്നതിനേക്കാൾ പറഞ്ഞ് കൊടുക്കുന്നത് നല്ലതെന്നാണ് യേശുദാൻ കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ ആ കുട്ടികളെ ആ വിധത്തിലേക്ക് പഠിപ്പിച്ചത് കൊണ്ട് തന്നെ അവരാ വിധത്തിലേക്ക് കൊണ്ടുവന്നു. ആ കൊച്ചുമോൻ അവൻ്റെ കയ്യിലിരുന്നത് വേറൊരാൾക്ക് കൊടുക്കാൻ അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരാളിന് കൊടുക്കാനുള്ളൊരു മനസ്സവനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു കർത്താവിന് അത്ഭുതം ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. യേശു കർത്താവിന് എല്ലാവരെയും പോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വളരെ അനായാസകരമായിരുന്നു. എന്താണ് സംഭവിച്ചത്? ഒരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരംഭിച്ച പരിശീലനം, ഒരു കുഞ്ഞിൻ്റെ ഭവനത്തിൽ നിന്ന് ആരംഭിച്ച ഒരു ശീലം, ഒരു കുഞ്ഞിൻ്റെ വീട്ടിൽ നിന്ന് ആരംഭിച്ച ഒരു പഠനം അല്ലെങ്കിൽ ഒരു ബിരുദം, സ്വത്രം യേശു കർത്താവിൻ്റെ കരങ്ങളിലേക്ക് എത്തിയപ്പോൾ വലിയൊരു കൂട്ടം ഭക്ഷണം കഴിച്ച് തൃപ്തിപ്പെടുകയും ശേഷിക്കുന്ന 5 അപ്പമല്ല 12 കൊട്ട ഈ കുഞ്ഞ് കഴിച്ചാലും അവൻ്റെ വീട്ടുകാർ കഴിച്ചാലും തീരാത്ത വിധത്തിലുള്ള വലിയൊരു സമൃദ്ധിക്ക് വേണ്ടിയിട്ട് ചെറിയ ശകലങ്ങൾ യേശു കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാൻ അവനെ പഠിപ്പിച്ചു. ചെറിയ ശകലങ്ങൾ യേശുവിൻ്റെ അടുക്കൽ എത്തിക്കാനായിട്ട് പഠിപ്പിച്ചു. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്കൊരു ദൂത് ദൈവാത്മാവിൽ വിളിച്ചു പറയാനായിട്ടുണ്ട്. നിങ്ങളുടെ പക്കലുള്ള ചെറിയ ശകലങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു എങ്കിൽ അതിൻ്റെ മടങ്ങി വരവിന് വേണ്ടി നീ കാത്തിരിക്കപ്പെടണം. നിന്റെ അപ്പത്തെ വെള്ളത്തിലേക്ക് എറിയുക. ഏറെ നാൾ കഴിയുമ്പോൾ
അത് നിന്റെ അടുക്കലേക്ക് മടങ്ങി വരാ. നീ അർപ്പിക്കുന്ന സ്തോത്ര കാഴ്ച, നീ അർപ്പിക്കപ്പെടുന്നതായിട്ടുള്ള കാണിക്കകള്, നീ അർപ്പിക്കുന്ന നേർച്ചകള്, കാഴ്ചകള്, നിന്റെ കയ്യടി, നിന്റെ സ്തോത്രം, നിന്റെ ഹല്ലേലൂയ, നിന്റെ ഒരാഴ്ചവട്ടക്കാലത്തെ ഉപവാസവും പ്രാർത്ഥനയാ, നീ ദൈവത്തോടു കൂടി വസിച്ചത്, നീ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നത്, ഇതിനെല്ലാറ്റിന് സ്വർഗം പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ്. മനസ്സിലായവർ രണ്ട് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിനോട് പറ, കർത്താവേ, ഈ നല്ല ശീലം ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ദൈവം നൽകണമേ. ഒരു വീട് ആദ്യത്തെ ഒരു കുട്ടിയുടെ പഠനശാലയാണ്. യാക്കോബിൻ്റെയും യേശാവിൻ്റെയും പ്രശ്നങ്ങളുടെ തുടക്കം വീട്ടിൽ നിന്നായിരുന്നു. അപ്പൻ ഒരാളെ എടുത്തു, അമ്മ വേറൊരാളെ എടുത്തു. വീട്ടിനകത്ത് മത്സരം ആരംഭിച്ചു. അപ്പൻ്റെ കുറ്റം എപ്പോഴും അമ്മ പറയും, അമ്മയുടെ കുറ്റം അപ്പനും പറയും. ഇങ്ങനെ രണ്ടുപേരും കുറ്റം പറയാൻ തുടങ്ങിയപ്പോൾ മക്കളും ആ വിധത്തിൽ തന്നെ വശം പിടിച്ചു തീർന്ന് ചേരി തിരിഞ്ഞുകൊണ്ട് അവിടെയും സംസാരിക്കുവാനായി തുടങ്ങി. ചില നാളുകൾ കഴിഞ്ഞ സമയത്തിൽ കൗശലക്കാരനായി തീർന്നതുപോലെ ആത്മീക അനുഗ്രഹങ്ങളൊന്നും കൈവശമില്ലാതെ കുറേ ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രം ഉടമസ്ഥാവകാശത്തിൽ കടന്നു വന്ന വ്യക്തിയായിരുന്നു യാക്കോബ്. കാരണം അമ്മയാണ് യാക്കോബിൻ്റെ ബോഡി ഗാർഡ്. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നന്മകളും ഭൗതികമായതെല്ലാം അമ്മ വഴിയാ പോകുന്നത്. എന്നാൽ അപ്പൻ്റെ വശം നിൽക്കുന്നതായിട്ടുള്ള, അപ്പൻ കയ്യിലെടുത്തിരിക്കുന്നതായിട്ടുള്ള യേശാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പക്കല് ആത്മീക അനുഗ്രഹങ്ങളാണ്, കുറേ അനുഗ്രഹങ്ങൾ. മൂത്ത മകൻ എന്നതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ സ്ഥാനവും മാനവും അംഗീകാരവും ദൈവീകത്വം. ഒരു വ്യക്തി വിചാരിച്ചെന്ന് വെച്ചുകൊണ്ട് ഒരുവനെ മൂത്തവനായിട്ട് ജനിക്കാൻ കഴിയത്തില്ല. ഒരു അപ്പൻ വിചാരിച്ചെന്ന് വെച്ചുകൊണ്ട് ഒരുവനെ മൂത്തവനായിട്ട് ജനിപ്പിക്കാനും കഴിയത്തില്ല. അത് ദൈവം കൊടുക്കുന്ന ഒരു പരമപ്രധാനമായ പദവിയാണ്, അധികാരമാണ്, അവകാശമാണ് മൂത്ത മകൻ എന്നുള്ളത്. യേശാവിന് ദൈവം കൊടുത്തത് വലിയൊരു ആത്മീക അനുഗ്രഹമായിരുന്നു, ഒരു ആത്മീകമായ പദവിയായിരുന്നു. എന്നാൽ യാക്കോബിന് അതില്ലായിരുന്നു. യാക്കോബിന് അമ്മ അടുക്കളയിൽ നിന്ന് എപ്പോഴും ഇച്ചിരി പയറെടുത്ത് കൊടുക്കും, ശർക്കര കൊടുക്കും, ഏലക്ക കൊടുക്കും, നെയ്യ് കൊടുക്കും, അതേ സ്തോത്ര, ആമേൻ ആമേൻ ആമേൻ, ഇപ്പം ചൗരി കൊടുക്കും. ഇതെല്ലാം ഇങ്ങനെ കൊടുക്കും. ഇതെല്ലാം കൂട്ടി വെച്ചിട്ട് ഇവൻ പായസം ഉണ്ടാക്കാൻ നന്നായിട്ട് പഠിച്ചവനായിരുന്നു. അവൻ്റെ പക്കൽ എന്താണ്? ഭൗതികമായ അനുഗ്രഹങ്ങൾ, അല്ലേ? ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം യാക്കോബിൻ്റെ കയ്യിലും ആത്മീകമായ അനുഗ്രഹങ്ങളെല്ലാം യേശാവിൻ്റെ കയ്യിലും ആയിത്തീർന്നു. യേശാവിന് തൻ്റെ പക്കലിരിക്കുന്ന ആത്മീക അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള വാല്യൂ തനിക്ക് അറിയത്തില്ലായിരുന്നു. ആനയ്ക്ക് പലപ്പോഴും ആനയുടെ ശക്തി അറിയത്തില്ലല്ലോ എന്നുള്ളതിനെക്കുറിച്ച്. പ്രൈസ് ദി ലോർഡ്. ആനയ്ക്ക് മാത്രമല്ല, ചില ദൈവദാസന്മാർക്കും ചില ദൈവദാസിമാർക്കും ചില അഭിഷിക്തന്മാർക്കും അഭിഷിക്തകൾക്കും അവരുടെ മേലിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി പലപ്പോഴും അറിഞ്ഞുകൂടാ. കൈയടിച്ചു വെച്ച് പറ, ഞങ്ങളെ വെളിപ്പെടുത്തിയതിനാണ് ഈ സ്തോത്രം. ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആത്മമണ്ഡലത്തിന്റെ ശക്തിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യമുള്ളവരാക്കി തീർത്തനായി സ്തോത്രം. ബോധമുള്ളവനാക്കി തീർത്തനായി സ്തോത്രം. നമ്മുടെ മേലിരിക്കുന്ന ദൈവശക്തി പലപ്പോഴും നമുക്ക് മനസ്സിലാകത്തില്ല. പുറമേ നോക്കുന്ന സമയത്തിൽ നമുക്കത് മനസ്സിലാകത്തില്ല. പലപ്പോഴും നമ്മുടെ മേലിരിക്കുന്ന ആത്മശക്തിയുടെ വലിപ്പം തിരിച്ചറിയാത്ത ആരെങ്കിലും ഇന്ന് പകൽ സമയത്തിൽ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇതൊരു വെറുതെ കയ്യടിയല്ല കേട്ടോ, ഇതൊരു വെറുതെ കയ്യടിയല്ല. ഭൂതത്തിന് നിന്നെ പേടിയാ. നമ്മുടെ മേലിരിക്കുന്ന ആത്മശക്തിയുടെ വാല്യൂ എപ്പോഴും നമ്മൾ തിരിച്ചറിയണം. യേശാവിനത് തിരിച്ചറിയാനായിട്ട് പറ്റിയില്ലായിരുന്നു. എൻ്റെ മേലിരുന്ന ആത്മശക്തി ഇത്രത്തോളം വലിപ്പമുള്ളതാണ് എന്നവൻ അറിയത്തില്ല. പക്ഷേ യാക്കോബിന് അതിനെക്കുറിച്ച് നല്ല ഒരു ധാരണയുണ്ട്. എനിക്കത് ഇല്ല എങ്കിൽ എൻ്റെ ചേട്ടനത് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര വിലയുള്ള സാധനമാണ്. ഒരു ദിവസത്തിൽ യാക്കോബ് അവൻ്റെ തീരുമാനങ്ങൾ എടുക്കാൻ കാരണമുണ്ട്. അവന് തീരുമാനമില്ലാത്ത ഒരു ജീവിതമായിരുന്നു പ്രാരംഭ കാലഘട്ടത്തിൽ. അവൻ അമ്മ കൊടുത്ത പയറ്, അമ്മ കൊടുത്തതായിട്ടുള്ള ശർക്കര, അമ്മ കൊടുത്തതായിട്ടുള്ള നെയ്യ്, അമ്മ കൊടുത്തതായിട്ടുള്ള ഏലക്ക, വേറെ ചേർക്കാനുള്ള നിങ്ങൾ വീട്ടിൽ പോയിട്ട് ചേർത്തോളൂ, എനിക്കത്രേ അറിയാവൂ. എല്ലാം കൂടെ എന്ത് ചെയ്തു? ഒരു ഉരുളിയിൽ ഇട്ടു. എല്ലാം കൂടി ഇട്ട്
കലക്കി 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 നല്ല മണമുള്ളൊരു പായസം ഉണ്ടാക്കി. എപ്പോഴാ? എൻ്റെ ചേട്ടൻ ക്ഷീണിച്ച് തളർന്നു വരുന്നൊരു സമയമുണ്ട്. എൻ്റെ ചേട്ടൻ എപ്പോഴാണ് ടയേർഡായി വരുന്നത് എനിക്ക് നന്നായിട്ടറിയാം. നന്നായിട്ട് ടയേർഡായി വരുന്നൊരു സമയമുണ്ട്. എവിടെ? വനത്തിൽ ചെന്ന് വേട്ടയാടി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ അരപ്പരുവത്തിൽ വരുന്ന സമയമുണ്ട്. ആ ടൈം നോക്കി അവൻ ഇതിനെ കലക്കി കലക്കി കലക്കിയിരുന്നു. അതിൽ നിന്നൊരു വാസന അവൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. മൂക്കിലേക്ക് കയറി. അപ്പോഴും അവൻ കറക്കുകയാണ്. കറക്കി 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 അവനെ നോക്കുന്നു, കറക്കുന്നു, കറക്കുന്നു. അപ്പോഴാണ് അവൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ. പിന്നെ പായസം വേണോ? വേണ്ടെന്ന് വേണ്ടി അത് സൂതമായുണ്ട് വേണ്ടെന്ന് പറയും. പക്ഷെ മനുഷ്യനാണെങ്കിൽ വേണ്ടെന്ന് പറയുമോ? എല്ലാവരും പറയും. എല്ലാവരും പറയും എന്താണ് വേണ്ടേ? പായസം വേണ്ടേ? പായസം വേണ്ടേ? വേണം. പായസം വേണ്ടെന്ന് ആരും പറയത്തില്ല. എല്ലാവർക്കും പായസം വേണം അല്ലേ? പുള്ളിക്കാരൻ മുൻപും പിൻപും ഒന്നും ചിന്തിച്ചില്ല. വേണം വേണം വേണം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ വേറൊന്നുമല്ല. നിന്റെ ജ്യേഷ്ഠാവകാശം, നിന്റെ ആത്മീക അനുഗ്രഹത്തെ എനിക്ക് തന്നാൽ എൻ്റെ മേലിരിക്കുന്ന ഭൗതിക അനുഗ്രഹത്തെ ഞാൻ നിനക്ക് തരാം. നിന്റെ മേലിരിക്കുന്ന ആത്മീക അനുഗ്രഹത്തെ എനിക്ക് തന്നാൽ എൻ്റെ മേലിരിക്കുന്ന പായസമാകുന്ന ഭൗതിക അനുഗ്രഹത്തെ ഞാൻ നിനക്ക് തരാം. ഞാൻ പറഞ്ഞ അടുത്ത വിഷയത്തിലേക്ക് ഞാൻ ഓടിപ്പോയിക്കോട്ടെ. നിങ്ങളുടെ മേലും കുറേ ആത്മീക അനുഗ്രഹങ്ങളുമുണ്ട്, ഭൗതിക അനുഗ്രഹങ്ങളുണ്ട്. ചില സാഹചര്യങ്ങൾ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് കടന്നു വരപ്പെടാം. പക്ഷെ സൂക്ഷിച്ചായിരിക്കണം എക്സ്ചേഞ്ച് ചെയ്യേണ്ടത്. ഞായറാഴ്ച നീ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നിനക്ക് ആത്മീക അനുഗ്രഹം കിട്ടും. ഞായറാഴ്ച നീ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ കിട്ടും. അതിനർത്ഥം നീ ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞായറാഴ്ച നിനക്ക് ദൈവം തന്നിരിക്കുന്നതായുള്ള ആത്മീക അനുഗ്രഹത്തെ കോൺട്രാക്ടർക്ക് കൊടുത്തിട്ട് നീ വർക്ക് ചെയ്യുന്ന ഷോപ്പുകാരന് കൊടുത്തിട്ട് നീ അവിടെ നിന്ന് വൈകിട്ട് ഇറങ്ങുന്ന സമയത്ത് 600 രൂപ, 1000 രൂപ, 500 രൂപ, 1500 രൂപ എന്ന് പറഞ്ഞു ഭൗതികമായ അനുഗ്രഹത്തെ നീ മേടിച്ചുകൊണ്ട് വരപ്പെടുന്നു. നീ എങ്കിൽ യാശാവ്. ദൈവം നിങ്ങൾക്ക് തന്ന ആത്മീക അനുഗ്രഹങ്ങൾ, ദൈവം നിങ്ങൾക്ക് തന്ന ആത്മീക ശക്തിയെ നിങ്ങൾ ഒരു ദിവസത്തെ ശമ്പളത്തിന് വേണ്ടിയിട്ട്, ഒരു ദിവസത്തെ മാന്യതയ്ക്ക് വേണ്ടിയിട്ട്, ഒരു ദിവസത്തെ അംഗീകാരത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ സാംസ്കാരിക നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും നീ അതിനെ വിൽക്കരുത്. മനസ്സിലാകുന്നുവോ? നമ്മുടെ മേലിരിക്കുന്ന ആത്മീക അനുഗ്രഹം വേറൊരാൾക്ക് കൊടുത്തിട്ട് ഭൗതിക അനുഗ്രഹം മേടിക്കരുത്. എപ്പോഴും നമ്മുടെ ആത്മീക അനുഗ്രഹത്തെ നമ്മൾ സൂക്ഷിക്കണം. എപ്പോഴും നമ്മുടെ ആത്മശക്തിയെ നമ്മൾ സൂക്ഷിക്കണം. അതാണൊരു മനുഷ്യനെ വർദ്ധിപ്പിക്കുന്നത്, അതാണൊരു മനുഷ്യനെ നിലനിർത്തുന്നത്, അതാണൊരു മനുഷ്യനെ വ്യക്തമായി അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും 100 രൂപയ്ക്കും 200 രൂപയ്ക്കും 1000 രൂപയ്ക്കും 500 രൂപയ്ക്കും 5000 രൂപയ്ക്കും ലക്ഷത്തിനും ഒന്നും വേണ്ടിയിട്ട് ഒരു വിധത്തിലേക്കും നീ ദൈവം നിനക്ക് തന്നിരിക്കുന്ന ആത്മീക അനുഗ്രഹത്തെ ഒരിക്കലും വിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. എപ്പോഴും ശൈത്താൻ അതിനു വേണ്ടിയിട്ട് അവകാശം പറഞ്ഞുകൊണ്ടിരിക്കും. നീ കൂട്ടായ്മയ്ക്ക് പോകരുത്, പ്രാർത്ഥനയ്ക്ക് പോകരുത്, ആരാധിക്കരുത്, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കരുത്, നീ ഉപവസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അവൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ പറയണം, ഇല്ല, എൻ്റെ ആത്മീകത വിട്ടൊരു കളിയില്ല, എൻ്റെ ആത്മശക്തി ഞാൻ വിടത്തിട്ട് തരത്തില്ല, എൻ്റെ ആത്മബലത്തെ വിട്ട് ഞാൻ ഒന്നും നിനക്ക് തരത്തില്ല. നല്ല ജോലി ഒരുപക്ഷെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറയും, ഒരുപക്ഷെ നല്ല ബിസിനസ്സിനെ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറയും. ഒന്നും കൊടുക്കരുത്, വിട്ട് കളിക്കരുത്. ആത്മശക്തിയെ നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ വീട്ടിൽ അവർ തമ്മിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്തു. നിൻ്റെ അനുഗ്രഹം എനിക്ക്, എൻ്റെ അനുഗ്രഹം നിനക്ക്. ഈ വസ്തു നീ എടുത്തോ, ആ വസ്തു ഞാൻ എടുത്തോളാം. ഈ വാഹനം നീ എടുക്കുക, ആ വാഹനം ഞാൻ എടുക്കാം എന്ന് പറയും പോലെ അവർ തമ്മിലൊരു കൈമാറ്റം ചെയ്തപ്പോൾ യാക്കോബ് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ ചെയ്തു, ഏശാവ് അലക്ഷ്യമായി. എൻ്റെ ഇരിക്കുന്ന ഈ ശക്തിക്ക് എന്താ പ്രയോജനം? എൻ്റെ മേലിരിക്കുന്ന ദൈവകൃപയ്ക്ക് എന്ത് പ്രയോജനം? ഞാൻ ഈ 7 ദിവസക്കാലം ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ആരാധിച്ചു.
ഞാൻ ഉപവാസത്തിൽ പങ്കെടുത്തു. ഞാനും സഭയിൽ ദൈവനിർദ്ദേശം അനുസരിച്ച് ഞാനും ഒപ്പമുണ്ടായിരുന്നു. ഇതൊന്നും വലിയ വിലയുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും വിൽക്കാം, ഇത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. എനിക്ക് ഭൗതികമായുള്ള നന്മ കിട്ടിയാൽ, എനിക്ക് കുറേ കാശ് കിട്ടിയാൽ മാത്രം മതി, എനിക്ക് കുറേ പദവികളും അംഗീകാരങ്ങളും കിട്ടിയാൽ മാത്രം മതി, എനിക്ക് കുറേ ലോണും ഫണ്ടും ഒക്കെ കിട്ടിയാൽ മാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. എനിക്ക് ഭൗതികമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം മതി, എനിക്കൊരു ജോലി കിട്ടിയാൽ മാത്രം മതി, ആത്മാവിൽ ആരാധിക്കുന്ന കൂട്ടായ്മ എനിക്ക് വേണമെന്നില്ല, നല്ലൊരു കുടുംബജീവിതം പള്ളി മാറിക്കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ അത് തന്നെ എനിക്ക് ഏറ്റവും നല്ലത്. ആമേൻ. അതുകൊണ്ട് നിന്റെ ആത്മശക്തിയെ ഉപേക്ഷിച്ച്, അഭിഷേകത്തെ ഉപേക്ഷിച്ച്, ആത്മാവിൽ സത്യത്തിലുള്ള ആരാധനയെ ഉപേക്ഷിച്ച് നിനക്കൊരു കുടുംബജീവിതം വേണ്ട, നിനക്കൊരു ജോലി വേണ്ട, നിനക്കൊരു സർട്ടിഫിക്കറ്റ് വേണ്ട, നിനക്കൊരു സാമ്പത്തിക സപ്പോർട്ട് വേണ്ട, നിനക്കൊരു ലോണ് അതിന് വേണ്ടിയിട്ട് വേണ്ട, നിനക്ക് അതിനു വേണ്ടി ഒരു നന്മയും വേണ്ട. നിന്റെ പക്കലിരിക്കപ്പെടുന്ന ആത്മശക്തി നിന്റെ സർട്ടിഫിക്കറ്റിനേക്കാളും വിലയുള്ളതാണ്. നിന്റെ പക്കലിരിക്കപ്പെടുന്ന ആത്മശക്തി നിന്റെ കുടുംബ ജീവിതത്തെക്കാളും വിലയുള്ളതാണ്. അപ്പോൾ പലതും എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തിൽ ദൈവത്തോട് ആലോചിക്കണം, ദൈവഹിതപ്പെടണം. അപ്പോൾ അവിടെ ആ വീട്ടിനകത്ത് ഒരു പ്രോബ്ലം തുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. യാക്കോബ് വീണ്ടും അപ്പൻ്റെ അടുക്കൽ ചെന്ന് കണ്ടുകൂടാത്ത അപ്പൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ആത്മീക അനുഗ്രഹത്തെ കൈവശമാക്കി. എന്താ ആത്മീയ അനുഗ്രഹം? അപ്പൻ കുറേ അനുഗ്രഹിക്കാൻ വേണ്ടി വെച്ചു. കണ്ടുകൂടാത്ത അപ്പച്ചൻ്റെ അടുക്കലേക്ക് അപ്പച്ചൻ പറഞ്ഞു, ഞാൻ ഈ ആത്മീയ അനുഗ്രഹം തരണമെങ്കിൽ എനിക്കൊരു സ്തോത്ര കാഴ്ച തരണം. സ്തോത്ര കാഴ്ച തന്നാലേ നിന്റെ തലയെ കഴിച്ച് ഞാൻ അനുഗ്രഹിക്കത്തുള്ളൂ. ദൈവസന്നിധിയിൽ വെറും കൈയായിട്ട് വരാൻ പാടില്ലല്ലോ. എന്താണ് ഞാൻ സ്തോത്ര കാഴ്ചയായിട്ട് തരേണ്ടത് വേറെയൊന്നുമല്ല, നീ എനിക്ക് വേട്ടയിറച്ചി കൊണ്ടുവരണം. യാക്കോബിനോടല്ല, ഏശാവിനോടാണ് പറയുന്നത്. നീ എനിക്ക് വേട്ടയിറച്ചി കൊണ്ടുവരികയാണെങ്കിൽ ഇന്നെല്ലാം ഞാൻ നിൻ്റെ പേരിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. നിൻ്റെ പേരിലെല്ലാം ഞാൻ ട്രാൻസ്ഫർ ചെയ്യും, പക്ഷേ എനിക്ക് വേട്ടയിറച്ചി കൊണ്ടുവരണം. അത് കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെടണം. ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ ആമേൻ, അതിൽ പ്രസാദിക്കുമ്പോൾ ഞാൻ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരും. ഇത് ഏശാവ് മാത്രമല്ല കേട്ടത്, യാക്കോബും കേട്ടു. ഏശാവ് വേട്ടയിറച്ചിക്ക് വേണ്ടിയിട്ട് വനത്തിലേക്ക് കടന്നുപോയപ്പോൾ യാക്കോബ് ചെന്നൊരു ആട്ടിൻകുട്ടിയെ പിടിച്ച് കുരുമുളക് കൂട്ടി ഉലുവയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ടേസ്റ്റ് മാറ്റിയിട്ട് വേട്ടയിറച്ചിയാക്കി അതിനെ മാറ്റി പ്രിപ്പറേഷൻ ചെയ്ത് കണ്ടുകൂടാത്ത അപ്പച്ചൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ഭൗതിക അനുഗ്രഹമായിരിക്കപ്പെടുന്ന നല്ല ഭക്ഷണത്തെ കൊണ്ടുകൊടുത്തതിന് ശേഷം ഉപവാസത്തോടിരിക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൻ്റെ പേരില്ല, ഭക്ഷണം കൊണ്ട് കൊടുത്തിട്ട് ആത്മീകമായ എല്ലാ അനുഗ്രഹവും മേടിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ തലയിൽ കൈവച്ച് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇത് രജിസ്റ്റർ ചെയ്ത് തരികയാണ്, ഇതിൻ്റെ നെയിം അങ്ങ് ചേഞ്ച് ചെയ്ത് തരികയാണ്, ഇതിൻ്റേതായിട്ടുള്ള ചെക്ക് അങ്ങ് തരികയാണ്, ഇതിന് വിഡ്രോ ഫോം നിനക്ക് തരികയാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാം അങ്ങ് കൊടുത്തു. മൂത്തമാനെന്നും തെറ്റിദ്ധരിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും മേടിച്ചപ്പോൾ ഇന്നൊരു തുണ്ട് ഭൂമി യാക്കോബിനില്ല. ഒരു കഴുത പോലും തനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടിയില്ല, 2 വീലർ പോലും ഇല്ല. തനിക്ക് നല്ല ഡ്രസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. തനിക്ക് നല്ലൊരു കട്ടിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു ചെയറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഒരു പൊതി ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാം കൊടുത്തു. യാക്കോബിൻ്റെ കയ്യിൽ ഒന്നുമില്ല. എന്നാൽ ഏശാവിൻ്റെ പേരിൽ വീടും വസ്തുവുണ്ട്. അവിടെയുള്ള എല്ലാ വണ്ടികളും അവൻ്റെ പേരില്ല. ഏശാവിൻ്റെ പേരിൽ കുതിരയും കഴുതയും എല്ലാം അവൻ്റെ പേരില്ല. ആ കട്ടിലവനാ, മെത്ത അവനാണ്, ആ പറമ്പ് മുഴുവനും അവനാണ്. അവൻ അപ്പൻ അവൻ്റെയാ, ഇപ്പോൾ അവൻ്റെ അമ്മയും അവൻ്റെയായി. യാക്കോബ് ഒരു വട്ടപൂജ്യമായിട്ട് വീട് വിട്ടിറങ്ങി. ദൂത് മനസ്സിലായോ? ആത്മീകമായിട്ടുള്ളതെല്ലാം യാക്കോബിൻ്റെ കയ്യിൽ, ഭൗതികമായിട്ടുള്ളതെല്ലാം ഏശാവിൻ്റെ കയ്യിൽ. ആത്മീകമായതെല്ലാം യാക്കോബിൻ്റെ കയ്യിൽ, ഭൗതികമായിട്ടുള്ളതെല്ലാം ഏശാവിൻ്റെ കയ്യിൽ. ചിലർക്ക് പരാതിയുണ്ടല്ലോ, കയറിക്കിടക്കാൻ വീടില്ല. ചിലർക്ക് പരാതിയുണ്ടല്ലോ, വണ്ടിയില്ല. ചിലർക്ക് പരാതിയുണ്ടല്ലോ, ഫർണിച്ചറൊന്നുമില്ല. ചിലർക്ക് പരാതിയുണ്ടല്ലോ, ഈ ദാരിദ്ര്യം എന്ന് തീരും, ഈ ക്ഷാമം എന്ന് തീരും. യാക്കോബേ, ആത്മീകമായ ചില നന്മകൾ നിന്റെ മേലുണ്ട് എങ്കിൽ ഭാരപ്പെടണ്ട. വെയിറ്റ് ആൻഡ് സീ. നീ കാത്തിരുന്ന് കാണ്. നീ കാത്തിരിക്ക്. ഇപ്പൊ ഒന്നും ഇല്ലാത്തത് കണക്കാക്കണ്ട. ആത്മീകമായത് വിടരുത്.
ആത്മശക്തി വിടരുത്, നിന്റെ വിശ്വാസം വിടരുത്, ദൈവത്തോടുള്ള സ്നേഹം വിടരുത്, ദൈവത്തോടുള്ള ബന്ധം വിടരുത്. ബാക്കി എല്ലാം പോട്ടെ, എല്ലാം ചേട്ടൻ കൊണ്ടുപോട്ടെ, കുഴപ്പമില്ല, എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ, എല്ലാം പോട്ടെ. പക്ഷെ ദൈവം നിന്റെ കൂടെ വേണം. എല്ലാം പോയാലും കർത്താവ് കൂടെ ഉണ്ടായാൽ മതി. നിന്നെ ജയിപ്പിക്കും, നിന്നെ വിജയിപ്പിക്കും. നിന്നെ ഉയർത്തും, നിന്നെ സഹായിക്കും. നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അധൈര്യപ്പെടേണ്ട ആവശ്യകതയില്ല. നമ്മുടെ ആപത്ത് കാലഘട്ടത്തിൽ, നമ്മുടെ വേദനയുടെ മധ്യത്തിൽ, നമ്മുടെ പ്രയാസത്തിന്റെ മധ്യത്തിൽ, നമ്മുടെ ഭാരത്തിന്റെ മധ്യത്തിൽ നമ്മുടെ ദൈവം കൂടെയുണ്ട്. സഹോദര, സഹോദരി, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ആത്മശക്തി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഒന്ന് കൈയടിച്ച് എന്റെ ദൈവത്തിന് സ്തോത്രം പറ. നിന്റെ കരം പിടിച്ച് എഴുതിപ്പിക്കുന്ന ഒരു ദൈവം, നിന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. നീ കന്നെ കരം പിടിച്ച് നടത്തുന്ന ഒരു യേശു കർത്താവിടെ വന്നിട്ടുണ്ട്. യാക്കോബിന് സ്വന്തമായിട്ടൊന്നുമില്ല. ആത്മീകമായ ചില നന്മകൾ മാത്രം തനിക്കുണ്ട്. താൻ ഓടിച്ചെന്ന് കുറച്ചു ദൂരം ഓടിയപ്പോൾ ക്ഷീണിച്ചു. ഭൗതികമായിട്ടൊന്നുമില്ല, നാരങ്ങ വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാനുള്ള പൈസ ഇല്ലല്ലോ. ക്ഷീണിച്ചു, ഒരിടത്ത് ചെന്ന് കിടന്നപ്പോൾ ഭൗതികം ഉള്ളവന് കിട്ടുന്നതിനേക്കാളും ആത്മീകത ഉള്ളവന് വ്യത്യസ്തമായിട്ടുള്ള ചില അനുഭവങ്ങൾ ലഭിക്കാറുണ്ട്. ഈ ഒരാഴ്ച കൊണ്ട് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ലഭിച്ചവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ ലഭിച്ചവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. അതിൻ്റെ 16 മുതലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, അപ്പോൾ യാക്കോബ് അതെ, നമുക്ക് 28 ഒന്ന് ഓടിപ്പോകാം. 28 ഉൽപ്പത്തി പുസ്തകം 28 നമ്മൾ പോകുന്ന സമയത്തിൽ അവിടെ ചിലത് നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്നത് ഇപ്രകാരമാണ്. എന്നാൽ യാക്കോബ് ബർഷേബയിൽ പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. ആ സ്ഥലത്ത് കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. മതി. ആത്മശക്തി ഉണ്ടെങ്കിൽ ഡ്യൂറോഫ്ലെക്സിന്റെ പില്ലോ തന്നെ വേണമെന്നില്ല, ഒരു തലയണ ഉണ്ടെങ്കിൽ നിനക്ക് ഉറക്കം വരും. ഒരു കല്ല് 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 കറക്റ്റ്. ആത്മശക്തി ഇല്ലാത്തവന് നല്ല മെത്തയും തലയണയൊക്കെ വേണം ഉറങ്ങണമെങ്കിൽ. ആത്മശക്തി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു കല്ലുണ്ടെങ്കിലും അവർക്ക് ഉറങ്ങാനായിട്ട് കഴിയും. ഒരു കല്ലുണ്ടെങ്കിലും. സ്വത്രം കല്ല് തന്നെ വേണമെന്നില്ല, ഒരു 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 പ്ലാസ്റ്റിക് കസേര മതി ഉറങ്ങാൻ, അല്ലേ? വേറെ ആരാണ് ഇവിടെ? പ്രശ്നമൊന്നുമില്ലെന്നേ. എത്ര വലിയ കട്ടിലും മെത്തയും AC ഒക്കെ വച്ചിട്ട് ചിലർക്കൊന്നും ഉറക്കം വരുന്നില്ലെന്നേ. അങ്ങനെയാണെങ്കിൽ ഈ PVC ഇരുന്ന് ഉറങ്ങിയെന്ന് വെച്ചാൽ അതൊരു അനുഗ്രഹം തന്നതാ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരു കല്ല് തലയിലെടുത്ത് വച്ചാലും അവൻ സുഖമായിട്ട് ഉറങ്ങും. സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണം. നല്ല ഉറക്കം നിനക്ക് തന്നത് ദൈവമാണ്. ഒത്തിരി പേര് ഉറങ്ങാൻ പറ്റാതെ ഭാരപ്പെടുകയാണ്. ആശുപത്രിക്കകത്ത്, ഐസിക്കകത്ത്, വാർഡില്, ഭവനത്തില്, എനിക്കൊന്ന് ഉറങ്ങിയാ മതി, എനിക്കൊന്ന് ഉറങ്ങിയാ മതി, എനിക്കൊന്ന് ഉറങ്ങിയാ മതി എന്ന് നിലവിളിച്ചിരിക്കപ്പെടുമ്പോൾ, കൃപ പ്രാപിച്ച ദൈവ പൈതലേ, നിനക്ക് ഓരോ ദിവസവും സുഖമായിട്ടൊരു ഉറക്കം തരുമ്പോ നീ മറന്നു പോകരുത്. ദൈവം തന്നിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. സ്തോത്രം. എന്താ പറഞ്ഞ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയാ വെച്ച് അവിടെ കിടന്നുറങ്ങി. അടുത്ത 12ാമത്തെ വാക്യം കൂടെ വായിച്ചു. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിന്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. മതി. അതിന് 2
ഭൗതിക അനുഗ്രഹം ഇല്ലെങ്കിൽ, പായസം ഇല്ല എങ്കിലും, ചോറില്ല എങ്കിലും, കട്ടിലില്ല എങ്കിലും, വീടില്ല എങ്കിലും, വസ്തുവില്ല എങ്കിലും, പറമ്പില്ല എങ്കിലും, വണ്ടികളൊന്നുമില്ലെങ്കിലും, ആത്മശക്തി ഉള്ളവൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അവൻ എവിടെ കിടന്നുറങ്ങിയാലും അവൻ സ്വപ്നം കാണും. നല്ല സ്വപ്നങ്ങൾ, നല്ല ദർശനങ്ങൾ, നല്ല കാഴ്ചപ്പാടുകൾ, നല്ല ആത്മശക്തി, നല്ല ദൈവികമായ അനുഭവങ്ങൾക്കാണ് ഈ ദിവസങ്ങളിൽ. അത് കാണുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് നീ കാണുന്ന നല്ല സ്വപ്നങ്ങൾ. ഒരു ജോസേഫ് ഒരൊറ്റ സ്വപ്നം കണ്ട് അവന്റെ സ്ഥിതിഗതികൾക്കെല്ലാം ദൈവം ഒരു മാറ്റം കൊടുത്തുവെങ്കിൽ നീ കണ്ട ചില സ്വപ്നങ്ങൾ ഫലിക്കാനുള്ള ദിവസം അടുത്തിരിക്കുകയാണ്. നീ കണ്ട ചില സ്വപ്നങ്ങൾ നിന്റെ അടുക്കലേക്ക് ഒരു പ്രവൃത്തിയായിട്ട് ഭവിക്കാനുള്ള സമയം അടുത്തിരിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. അപ്പോൾ ഒരു ആത്മശക്തി പ്രാപിച്ചവൻ്റെ ആത്മീക അനുഗ്രഹങ്ങൾ മുഴുവനും പ്രാപിച്ചെടുത്ത് പോകുന്നവൻ്റെ ഏറ്റവും പ്രത്യേകതയാണ് അവൻ സ്വപ്നം കണ്ടു കാണും. നല്ല സ്വപ്നങ്ങൾ ദൈവം നൽകും. ദൈവസാന്നിധ്യമുള്ള ഒരു സ്ഥലത്ത് നല്ല ഉറക്കം കിട്ടും. ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് ആത്മശക്തി ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല സ്വപ്നങ്ങൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മളെ തിരുത്തും. നമ്മളെ ദൈവം നേർവഴിയിലേക്ക് കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവ സാന്നിധ്യമുള്ളിടത്തുള്ള പ്രത്യേകതയാണ് ദൈവം നമ്മളെ ഡയറക്റ്റ് ചെയ്യും. ദൈവം നമുക്ക് നല്ല കാഴ്ചപ്പാടുകളെ നൽകും. ഇന്ന് കർത്തൃസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്ന ആത്മീക അനുഗ്രഹങ്ങൾ ഏറ്റവും നല്ലതാണ്. വെളിപ്പാടില്ലാത്ത സഭ മര്യാദ കെട്ടത് എന്നതാണ് ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വെളിപ്പാടുള്ള സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് ചില വിഷയങ്ങൾ കടന്നു വരപ്പെടുമ്പോൾ പ്രസംഗകൻ ആത്മാവിൽ പ്രസംഗിക്കുന്ന സമയത്തിലേക്ക് അതിൻ്റെ മറുപടി ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്നത്. പക്ഷേ കേൾക്കുന്നവർ വിചാരിക്കും, എന്താടാ അതത്ര വ്യക്തമായിട്ട്. വിശ്വാസമുള്ളവർ പറയും, അതെ അത് അഭിഷിക്തനല്ലേ, ദൈവത്തിൻ്റെ സ്ഥാനാപതിയല്ലേ, ദൈവികമായ അനുഭവങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് പറയപ്പെടുമ്പോൾ അത് എനിക്കുള്ള ദൂതാണ്, എനിക്കുള്ള ആലോചനയാണ്. പക്ഷെ തേർഡ് പാർട്ടി വിചാരിക്കപ്പെടും, ഇല്ല ആരോ ചെന്ന് നുണ പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ആരോ ഫോൺ വിളിച്ച് അറിയിച്ചു, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടു. അതുകൊണ്ടാണ് ആ സബ്ജക്റ്റ് എടുത്ത് ഇപ്പോൾ ഇതാ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇടുങ്ങിയ ചിന്ത. അത്രയൊന്നും അഭിഷേകമുള്ള ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഗതികേടൊന്നും വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും വിഷയത്തിന്റെ ഷോർട്ടേജ് ഒന്നും ദൈവം വരുത്തത്തില്ല. ആമേൻ. ഒരു സബ്ജക്റ്റും ഇല്ലാതെ അവർ കയറി നിന്നാലും പരിശുദ്ധാത്മാവ് തൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് മനസ്സ് വെച്ച് വരുന്ന ഒരു അഭിഷിക്തന് വചനം കൊടുക്കും, ദൂത് കൊടുക്കും, ആലോചന കൊടുക്കും എന്നുള്ളത് അനുഭവത്തിലൂടെ പഠിച്ച വ്യക്തിയാണെങ്കിൽ ദൈവ സാന്നിധ്യമുള്ളിടത്ത് ആത്മീകമായ പ്രചോദനം ലഭിക്കത്തക്ക ഡയറക്ഷൻസ് കിട്ടും. വചനത്തിലൂടെ ദൈവം നിനക്ക് നിർദ്ദേശങ്ങളെ കിട്ടും. വചനത്തിലൂടെ നിനക്ക് ദൈവം ദൂതുകളെ ലഭിക്കോ. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു. ആ ദൂതന്മാർ അതിൽ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിന്റെ മീതെ വായിച്ചേ 13. അതിന്മീതെ യഹോവ നിന്ന് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവുമായ യഹോവ ആകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും. നിന്റെ ഭൂമി ഞാൻ നിനക്ക് തരും, ബഥേൽ ഞാൻ നിനക്ക് തരും. ഇപ്പൊ നിനക്ക് 5 സെന്റ് വീട് നീ വിട്ടേച്ചാ പോകുന്നത്, നീ അവിടുത്തെ വണ്ടിയും പറമ്പും ഒക്കെ വിട്ടേച്ചാ പോകുന്നത്. പക്ഷേ നിനക്ക് അതിനേക്കാളും വലിയ നന്മകളെ ഞാൻ തരും, വലിയ നന്മകളെ ഞാൻ തരും, വലിയ നന്മകളെ തരും, വലിയ നന്മകളെ ദൈവം തരും. ഈ ഭൂമിയെ ഞാൻ നിനക്ക് തരും, ഈ ഭൂമിയെ ഞാൻ തരും. ആത്മശക്തിയുള്ളവരെ, സ്വന്തമായിട്ടൊരു പ്രമാണമില്ലാത്ത, സ്വന്തമായിട്ടൊരു ഡീഡില്ലാത്ത, സ്വന്തമായിട്ട് ഒരു തുണ്ട് ഭൂമിയില്ലാത്തവർ, ആമേൻ, നീ ആത്മശക്തി ഉള്ളവനാണെങ്കിൽ ദൈവം നിനക്കത് തരും. യാക്കോബ് ആത്മീക, ആമേൻ, എന്താ പറഞ്ഞ അവൻ അധികാലത്ത് വായിച്ചതായിട്ട് വായിച്ചേ. ഞാൻ നിന്നോട് നീ പോകുന്നിടത്തൊക്കെയും 15. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു, യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാൻ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ട്, ഈ സ്ഥലം എത്ര ഭയങ്കരം, ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റ് തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്ത്
തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്ന പേരായിരുന്നു. അവൻ എണ്ണ ഒഴിച്ചു, ദൈവത്തെ ആരാധിച്ചു. ദൈവം പ്രതിസന്ധികളിൽ നമ്മളെ രക്ഷിക്കുമ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. അവൻ തീരുമാനങ്ങളെടുത്തു. എപ്പോൾ? ദൈവം ഇടപെടാൻ തുടങ്ങിയപ്പോൾ. 7 ദിവസക്കാലം നിങ്ങളോട് കർത്താവ് ഇടപെട്ടുവെങ്കിൽ നിങ്ങൾ നല്ല തീരുമാനത്തോടു കൂടി പോകണം. യാക്കോബ് എടുത്ത തീരുമാനം ഈ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം അതിന് ലൂസ് എന്നായിരുന്നു. യാക്കോബ് ഒരു നേർച്ച നടന്നു. ദൈവം എന്നോടുകൂടി ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് മടക്കുകയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഇനി ഞാൻ അന്യ ദൈവത്തിൻ്റെ അടുക്കൽ പോകത്തില്ല. ഇന്നലെ വരെ ഞാൻ ചോദിച്ചറിയാൻ പോകുമായിരുന്നു. ഇന്നലെ വരെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ആയിരുന്നു. ഇല്ല, ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാൻ മറ്റൊരു ദൈവത്തിൽ ഇനി ആശ്രയിക്കത്തില്ല. എൻ്റെ വഴികാട്ടി എൻ്റെ ദൈവമായിരിക്കും. എൻ്റെ 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 എല്ലാം നോക്കി നടത്തുന്ന എൻ്റെ ദൈവമായിരിക്കും. എൻ്റെ കർത്താവല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല. എൻ്റെ ദൈവത്തിലാണ് എൻ്റെ ആശ്രയം. എൻ്റെ ദൈവത്തിൽ മാത്രമാണ് ഞങ്ങളുടെ അഭയം. എൻ്റെ ദൈവത്തിൽ മാത്രമാണ് ഞങ്ങൾ മുറുകെ പിടിച്ചിരിക്കുന്നത്. എൻ്റെ ദൈവത്തിൽ മാത്രമേ ഞാൻ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. സുഹൃത്തെ, നിന്റെ തീരുമാനം അന്യ ദൈവം നിനക്കിനി വേണ്ട. ആമേൻ. അന്യ ദൈവത്തിൻ്റെ അടുക്കൽ നീ പോകരുത്. നിന്റെ തീരുമാനം ദൈവം പ്രതീക്ഷിക്കുന്നു. നിന്റെ തീരുമാനങ്ങളിൽ കർത്താവ് വലുത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയാണെങ്കിൽ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടങ്ങുകയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. എൻ്റെ കയ്യിലൊരു ഭക്ഷണപ്പൊതിയില്ല, എൻ്റെ കയ്യിൽ ഡ്രസ്സില്ല, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എനിക്കൊരു തുണ്ട് ഭൂമിയില്ല, ഒന്നുമില്ല. പക്ഷേ ഇതൊക്കെ എനിക്ക് ദൈവം തരികയാണെങ്കിൽ ഞാൻ ഈ ദൈവത്തെ വിട്ട് മറ്റൊരു മേഖലയിലേക്ക് പോകത്തില്ല. മാത്രമല്ല, അടുത്തൊരു തീരുമാനം, ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിൽ ഞാൻ നിനക്ക് ദശാംശം. ഈ തൂണ് എൻ്റെ ദൈവത്തിൻ്റെ ആലയം. ദൈവം അവനെ അനുഗ്രഹിച്ചപ്പോൾ ഒരിക്കലും മറക്കാതിരിക്കാനും പറഞ്ഞു, ഞാനിവിടെ ഒരു തൂണ് നാട്ടും. എൻ്റെ കുടുംബത്തിൻ്റെ പേരിലൊരു തൂണ്, എൻ്റെ പേരിലൊരു തൂണ്. പക്ഷേ പിന്നെ ഇതെല്ലാം നമുക്ക് പഠിക്കുന്നതാണ് അവസാനിപ്പിക്കുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ യാക്കോബ് മറന്നുപോയി. അതെല്ലാവർക്കും ഉള്ളത് തന്നെ. ദൈവം വിട്ടില്ല, പിടിച്ചിട്ട് അവൻ പോയി തൂണ് നാട്ടിയിട്ട് വാടാ, നേർച്ച നേർന്ന് നിവർത്തിക്ക് എന്ന് പറഞ്ഞു. അവൻ്റെ കുടുംബജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ. മക്കളുടെ ഭാവിയെല്ലാം ബ്ലോക്കായി. തൻ്റെ മകളുടെ ഭാവി ഛന്നാഭിന്നമായി. അങ്ങനെ വന്നപ്പോൾ ദൈവത്തോട് യാക്കോബ് നിലവിളി ചോദിച്ചു, എന്ത് കർത്താവേ, എൻ്റെ മകളുടെ ഭാവി ഇങ്ങനെ ആയിപ്പോയി. ഉടനടി പറഞ്ഞു, നീ ബഥേലിലൊരു തീരുമാനമെടുത്തു, നീ അത് ചെയ്തില്ല. പോ, ഞാൻ നിന്നെ ബഥേലിലേക്കാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നോട്. ഞാനത് സബ്ജക്റ്റ് ഇപ്പം നമ്മുടെ വിഷയമല്ല. ഒരു ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, എന്നെ അനുഗ്രഹിച്ചാൽ ഞാനൊരു തൂണ് ദൈവസന്നിധിയിൽ നാട്ടും. തീരുമാനങ്ങളുടെ തൂണ്. ചില വിഷയങ്ങളിൽ നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ മറക്കരുത്. യോശുവയെയും കൂട്ടരെയും ദൈവം യോർദാനെ വിഭാഗിച്ചു അക്കരെ പോയപ്പോൾ പറഞ്ഞു, 12 കല്ലെടുത്തോളാൻ പറഞ്ഞു. നിങ്ങൾ മറക്കാതിരിക്കുക. അടുത്ത കാലത്ത് പിള്ളേർ ചോദിക്കപ്പെടും, ഈ കല്ല് എന്നാത്തിനാണ് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ കമ്പ്യൂട്ടർ വയ്ക്കാൻ, ലാപ്ടോപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട്, AI കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിരുന്ന ഈ സ്ഥലത്ത് ഈ കല്ല് എന്നാത്തിനാണ് കൊണ്ട് വെച്ചെന്ന് പറയുമ്പോൾ വയസ്സാം കാലഘട്ടത്തിൽ പല്ലില്ലാത്ത അപ്പച്ചൻ പറഞ്ഞു കൊള്ളപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മക്കളെ നമ്മളൊക്കെ നശിച്ചു പോകേണ്ടതായിരുന്നു. സ്വർഗത്തിലെ കർത്താവ് ഈ യോർദാനെ വറ്റിച്ചു നമ്മളെ അക്കരെ കയറ്റിയത് നിങ്ങളും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെയും ദൈവമാണ്, എൻ്റെ അപ്പൻ്റെ ദൈവം എൻ്റെയും ദൈവമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറക്കാതിരിക്കാൻ ചില തൂണുകൾ അവനതിനെ അവിടെ നാട്ടി കടന്നുപോയി. 7ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങൾ കടന്നു. ചില പുതിയ തീരുമാനത്തോടെ കടന്നു പോകണം. ഒടുവിൽ യാക്കോബ് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്യാൻ പോവുകയാണ്. എവിടെ? ലാബാന്റെ അടുക്കൽ. പിന്നെ അനുവദിച്ചാൽ പിന്നെ പഠിക്കാം. പോവുകയാണ്, ബിസിനസ്സിന് പോവുകയാണ്. വട്ടപ്പൂജ്യമായിട്ട് ആത്മശക്തി മാത്രം കൊണ്ട് പോവുകയാണ്. ആത്മശക്തി മാത്രം കൊണ്ടുവന്ന് ബിസിനസ്സിന് ബിസിനസ് ഗോട്ട് ഫാം തുടങ്ങാൻ പോവുകയാണ്. ആട്ട് ഫാം അല്ലേ? ആട് വളർത്തൽ തുടങ്ങാൻ പോവുകയാണ് പുള്ളി. ഒന്നുമില്ലാത്തവൻ ആട് വളർത്തൽ പോകുന്നതിന് മുമ്പ് ദൈവത്തോട് പറഞ്ഞു, എൻ്റെ ആട് വളർത്തൽ ലാഭകരമാകുന്നുവെങ്കിൽ ഞാൻ ദശാംശം മുഴുവനും എൻ്റെ ദൈവത്തിന് കൊടുക്കും. തീരുമാനങ്ങളുടെ ദൈവമാണ് യാക്കോബ്. ഒരു തീരുമാനമെടുത്ത തീരുമാനത്തിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ സംഭവിച്ചു. ലാബാൻ്റെ അടുക്കൽ പോയി, അവിടെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു, അവിടെ ബിസിനസ് ചെയ്യുന്നു. ലാഭാനൊന്നും കിട്ടുന്നില്ല. പുള്ളിക്കാരെല്ലാം അടിച്ചുകൊണ്ട് പോകും. അടിച്ചു മീൻസ് ലാഭം. വരയുള്ള ആടുകളെല്ലാം എനിക്കുള്ളത്, പിറന്ന കുട്ടികളെല്ലാം വരയുള്ളത്, എല്ലാം അവനെ ദൈവം അവിടെ അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ടവൻ എവിടെ ചെന്ന് തൊട്ടാലും അവിടെ അനുഗ്രഹം പ്രാപിക്കും. ആമേ. നിന്റെ പാർട്ട്ണർ നഷ്ടത്തിൽ ഓടുന്നുവെങ്കിൽ
നീ ദൈവത്തിന്റെ ആത്മശക്തിയുമായിട്ട് കടന്നു പോകുന്നു എങ്കിൽ നീ ചെന്ന് തൊടുന്നത് നിനക്ക് ലാഭമായിട്ട് വരിക. ഇന്നലെ വരെ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രം വന്നുവെങ്കിൽ നിന്റെ മേൽ ആത്മശക്തിയിലായിരുന്നു, ഭൗതിക നന്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആത്മശക്തിയോടുകൂടി നീ ചെന്ന് എവിടെ തൊടുന്നു അവിടെയെല്ലാം ലാഭകരമായിട്ട് വരും. അങ്ങനെ ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. ഒരു തീരുമാനത്തോടെ നമുക്ക് പുറപ്പെടാം. നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും. ആട്ടി പുറത്താക്കിയ ചേട്ടൻ, ആട്ടിപ്പായിച്ച അപ്പൻ, അമ്മ എല്ലാവരും അവനെ അംഗീകരിച്ചു. ഒരു മടങ്ങി വരവ് യാക്കോബിനുണ്ടായിരുന്നു. എന്താണ് അവൻ്റെ തീരുമാനങ്ങൾ ദൈവം മാനിച്ചു. ഈ പകൽ സമയം ചില തീരുമാനത്തോടെ നിങ്ങൾ പോകുകയല്ല, നിങ്ങൾ പോയി അനുഗ്രഹം പ്രാപിച്ച് അടുത്ത ആഴ്ച വരാൻ പോവുകയാണ്.